മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ കന്നി ബഡ്ജറ്റിൽ സംസ്ഥാനത്തിന്റെ വികസനത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇതിനായി പ്രഖ്യാപിച്ച പദ്ധതികളിൽ ആദ്യത്തേതാണ് മിഷൻ സമുദ്ര. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്തെ കടൽ തീരവും ഉൾനാടൻ ജലഗതാഗതവും തുറമുഖങ്ങളും റോഡുമെല്ലാം സംയോജിപ്പിച്ചാണ് ഈ പദ്ധതി. 400 കോടി രൂപയാണ് ഇതിനായി നീക്കിവച്ചിരിക്കുന്നത്. കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 ചെറു തുറമുഖങ്ങൾ കൂടാതെ ജലമാർഗങ്ങൾ എന്നിവയെല്ലാം സംയോജിപ്പിച്ചാണ് മിഷൻ സമുദ്ര നടപ്പാക്കുക. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തെ വൻ ശക്തിയാക്കി ഉയർത്തുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 5 വർഷത്തിനുള്ളിലാണ് പദ്ധതി നടപ്പാക്കുക. റോഡ്, ജലഗതാഗതം, റെയിൽവേ എന്നിവയെല്ലാം കേരളത്തെ പോർട്ട് സിറ്റി ആക്കുന്നതിന് വിപുലീകരിക്കും. വിഴിഞ്ഞത്തേക്കുള്ള യാത്രാ സൗകര്യം വിപുലീകരിക്കും. അതോടൊപ്പം ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽ, വിഴിഞ്ഞം നവായിക്കുളം റിംഗ്, അതായത് ഔട്ടർ റിംഗ് റോഡ് എന്നിവയുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കും. വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റും അനുബന്ധ നിർമ്മാണം തുടങ്ങും. ഗ്രീൻ ബങ്കറിംഗ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്തെ ഉയർത്തും. കൂടാതെ മദർഷിപ്പ് നിർമ്മാണത്തിന് കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ബന്ധപ്പെട്ട വികസനങ്ങളുടെ ഭാഗമായി ജോലി അവസരം ഉണ്ടാകുമ്പോൾ തീരദേശത്തുള്ളവർക്ക് സംവരണം നൽകും. വിഴിഞ്ഞം, കോവളം, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നീ തുറമുഖങ്ങളുടെയും അനുബന്ധ പ്രദേശങ്ങളുടെയും വികസനത്തിന് മാരിടൈം പോളിസി തയ്യാറാക്കും. വൻകിടം, അതോടൊപ്പം തന്നെ ചെറുകിട തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് ജലഗതാഗതം വികസിപ്പിക്കും. ആദ്യം ചരക്ക് ഗതാഗതം തുടങ്ങും, പിന്നീട് യാത്രാ സൗകര്യം, അവസാന ഘട്ടത്തിൽ ജലാശയങ്ങളെ ബന്ധിപ്പിച്ച് ഏകീകൃത ശൃംഖല സ്ഥാപിക്കും. കേരളത്തിലെ കടൽ, അതോടൊപ്പം തന്നെ ജലയാത്ര ചരിത്രം വ്യക്തമാക്കുന്ന അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. ഇതിന് 50 കോടി വകയിരുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരദേശങ്ങളുടെ വികസനത്തിനും നവീകരണത്തിനും പുതിയ പദ്ധതിയൊരുക്കും. ഈ 3 ജില്ലകളെ ബന്ധിച്ച് സദേൺ കേരള എക്കണോമിക് കോറിഡോർ സ്ഥാപിക്കും. ആലപ്പുഴ ഇന്ത്യയുടെ ബ്ലൂ എക്കണോമിക് തലസ്ഥാനമായി മാറും. ഇതിനെല്ലാം വേണ്ടി വിദഗ്ധ ഏജൻസി വഴി പഠനം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കും. സ്വകാര്യ നിക്ഷേപം ആകർഷിക്കാൻ ഇത് സഹായിക്കും. കൂടാതെ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തിന് ഇത് സഹായിക്കുമെന്നും ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. കൂടാതെ മണ്ണെണ്ണ സബ്സിഡി വർധനവ് ഉൾപ്പെടെയുള്ള നിർണായക പ്രഖ്യാപനങ്ങളാണ് തീരദേശത്തിനായി മാറ്റിവെച്ചിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമേകിക്കൊണ്ടുള്ള ബോട്ടുകൾക്കുള്ള മണ്ണെണ്ണ സബ്സിഡി ലിറ്ററിന് 75 രൂപയായി ഉയർത്തി. വർഷങ്ങളായി തീരദേശത്ത് താമസിച്ചിട്ടും രേഖകളില്ലാത്ത പ്രശ്നത്തിന് പരിഹാരമായി പട്ടയമില്ലാത്ത എല്ലാ തീരദേശവാസികൾക്കും പട്ടയം നൽകുമെന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അവർക്ക് മാത്രം പ്രത്യേക ഭവന പദ്ധതി നടപ്പിലാക്കുമെന്ന നിർണായകമായ പ്രഖ്യാപനങ്ങളാണ് തീരദേശവുമായി ബന്ധപ്പെട്ട വി.ഡി. സതീശൻ ഇന്ന് നടത്തിയത്.